ഹോട്ടൽ മുറിയിൽ നിന്ന് എന്തിനിറങ്ങിയോടിയെന്ന് നാളെ എറണാകുളം സെൻട്രൽ ACPക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ വിശദീകരിക്കണം. രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശം. അതേസമയം നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സൂത്രവാക്യം സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഷൈൻ ടോം ചാക്കോയോട് ഹാജരായി വിശദീകരണം നൽകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും തിങ്കളാഴ്ച ഹാജരാകുമെന്നും ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം, ആ ഓട്ടത്തിന്റെ ദൃശ്യങ്ങളടക്കം ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനാണ് വിഷ്ണു. ആ ഓട്ടത്തിന് പിന്നാലെ പോലീസും കുറെ ദൂരം ഓടി, എവിടേക്കൊക്കെയാണ് പോയതെന്ന് കണ്ടെത്തി. അതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലീസും എക്സൈസും ഒക്കെ അന്വേഷണം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ഷൈനെ പിന്തുടർന്ന് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൈൻ്റെ പിതാവ് പറയുന്നത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി നൽകിയ ഒരു ഹാജരാകണമെന്ന നോട്ടീസ് മാത്രമാണ് ലഭിച്ചതെന്നാണ്. പോലീസ് ഇമെയിൽ വഴിയാണോ അതല്ല ഷൈൻ്റെ കുടുംബത്തിനെ നേരിട്ട് ഈ നോട്ടീസ് നൽകുകയാണോ? എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും അവസാനം ലഭിക്കുന്ന അപ്ഡേറ്റ്? അല്പസമയം മുമ്പാണ് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ ഷൈനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അത് വീട്ടിൽ ലഭ്യമാകും, മെസ്സഞ്ചർ വഴി എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകാൻ ഷൈന് നിർദ്ദേശം നൽകുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അധികം സമയം ഷൈന് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യുക. ഈ ഹോട്ടൽ ഇരിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ പശ്ചാത്തലത്തിലാണ് അങ്ങോട്ടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡാൻസ് ഓഫിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. ഡാൻസ് ഓഫ് നൽകിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് മിനിഞ്ഞാന്ന് രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തുന്നു. എറണാകുളത്തെ ഒരു പ്രധാന ഡ്രഗ് ഡീലർ തേടിയാണ് എത്തിയത്. ആ ഹോട്ടലിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് അയാളുടെ ലൊക്കേഷൻ ഓഫ് ആകുന്നു. അപ്പോൾ ഈ ഹോട്ടലിനകത്ത് ഉണ്ടാകുമെന്ന് കരുതിയാണ് ഡാൻസ് ഓഫ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. റിസപ്ഷനിൽ പേര് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന പേര് കാണുന്നു. ഷൈനും ഇയാളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകാം എന്നൊരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ മുറിയിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തുന്നത്. പക്ഷേ മുറിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോ ഇവർ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ജനൽ വഴി ഓടി രക്ഷപ്പെട്ടു. ഈ ഓടി രക്ഷപ്പെടലിൽ ചില ദുരൂഹതയുണ്ട് എന്ന് ഡാൻസ് ഓഫ് സംശയിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഷൈൻ്റെ പക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം. അതല്ല എങ്കിൽ ഷൈൻ നേരത്തെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിശോധന ഉണ്ടാകുമോ? ഏതായാലും ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളോ അതിന്റെ ട്രേസസോ ഒന്നും കണ്ടെടുത്തിട്ടില്ലെങ്കിൽ പോലും എന്തിന് ഈ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഓടി? ആ ഓട്ടത്തിൽ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണ് ഷൈൻ ടോം ചാക്കോ. അതായിരിക്കും പോലീസിന് മുന്നിൽ പറയേണ്ടി വരിക. ഇപ്പോൾ അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗം കൂടിയായ നടൻ വിനു മോഹൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വിനു മോഹൻ, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിൽ വിശദീകരണം നൽകാൻ തിങ്കളാഴ്ച എത്തുമെന്നാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് 24 പ്രതികരിച്ചത്.